ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലായ INSV കൗണ്ടിന്യ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലെത്തി. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് ആരംഭിച്ച കന്യാസമുദ്ര യാത്രയാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിരുന്നു കപ്പലിലെ കന്യായാത്ര. മസ്കറ്റ് മത്രയിലെ സുൽത്താൻ ഖാബൂസ് തുറമുഖത്തെത്തിയ INSV കൗണ്ടിന്യയെ വമ്പൻ ആഘോഷങ്ങളോടെയാണ് ഒമാൻ സ്വീകരിച്ചത്. ഇന്ത്യയുടെ തുറമുഖ ജലഗതാഗത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ അടക്കമുള്ളവർ പായ്ക്കപ്പലിനെ വരവേൽക്കാനെത്തി. പരമ്പരാഗത ഒമാനി വള്ളങ്ങളുടെ അകമ്പടിയോടെ വാട്ടർ സല്യൂട്ട് നൽകിയായിരുന്നു സ്വീകരണം. ചടങ്ങിനോടനുബന്ധിച്ച് ഇന്ത്യൻ ഒമാനി സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. It's a very historic event and it gives us an opportunity to celebrate millennium-old maritime heritage links between our two countries, and it basically feeds in directly from our Prime Minister's vision to celebrate the maritime links between our two countries, which forms the bedrock. ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി അസാൻ അൽ ബുസൈദി, ഉന്നത ഉദ്യോഗസ്ഥർ, ഇന്ത്യൻ എംബസി ജീവനക്കാർ, ഇന്ത്യൻ നാവികസേന, ഒമാൻ നാവികസേന, പോലീസ്, തീരദേശ പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ലോഹബന്ധങ്ങളോ ആധുനിക ഉപകരണങ്ങളോ ഇല്ലാതെ പുരാതന ഇന്ത്യൻ സാങ്കേതിക വിദ്യയാണ് കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. Lot of gratitude for the Indian community. They have always been a force of strength. Our Navy ships keep visiting here and they feel the warmth of these people. Their Indian roots always come to the front and we are very thankful for them. കഴിഞ്ഞ ഡിസംബർ 29-നാണ് പോർബന്തറിൽ നിന്നും INSV കൗണ്ടിന്യ യാത്ര തുടങ്ങിയത്. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.